പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഈ മാസം മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ മാറ്റം. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിഹിതം ഒന്നിച്ചു വാങ്ങാം. യുദ്ധത്തെ തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞെന്ന് കേന്ദ്രം അറിയിച്ചു. വിവരങ്ങളുമായി അനു അശോകൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അനു, എന്തൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ? പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതി കുറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കേരളത്തിൽ റേഷൻ വിതരണം ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് രാജ്യത്തെ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിക്കുകയും എന്നാൽ ഇതിനനുസരിച്ച് യുദ്ധത്തെ തുടർന്ന് FCI ഗോഡൌണുകളിൽ ധാന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അരിയും ഗോതമ്പും അടക്കമുള്ളവ കെട്ടിക്കിടന്ന് നശിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗോഡൌണുകളിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്രയും വേഗം വിറ്റഴിക്കണമെന്ന് മാർച്ച് 2-ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. രജീഷ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ അടക്കം വിതരണത്തിൽ ക്രമീകരണം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഏപ്രിൽ മാസത്തെ വിഹിതം ഈ മാസം 4 മുതൽ 30 വരെയും മെയ് മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെയും വാങ്ങാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ കാർഡ് ഉടമകളെ നിർബന്ധിക്കില്ല. കാരണം 2 മാസത്തെ റേഷൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ചിലപ്പോൾ നശിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കാർഡ് ഉടമകൾക്ക് 1 മാസത്തെ റേഷൻ വാങ്ങണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാമെന്നും പറയുന്നു. നേരത്തെ ഇത്തരത്തിൽ കോവിഡ് കാലത്ത് മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കടകളിൽ 2 മാസത്തെ ധാന്യം മുൻകൂറായി ശേഖരിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 14,000-ഓളം റേഷൻ കടകളാണ് ഉള്ളത്. ഇതിൽ നല്ലൊരു ശതമാനം റേഷൻ കടകളിലും ഇത്തരത്തിൽ 2 മാസത്തെ ധാന്യങ്ങൾ സംഭരിക്കാനുള്ള ശേഷിയില്ല എന്ന് റേഷൻ സംഘടനാ ഉടമകൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ക്രമീകരണം വഴി സംസ്ഥാനത്തെ മഞ്ഞക്കാർഡുകാർക്ക് 2 മാസത്തെ വിഹിതമായി 60 കിലോ അരി സൗജന്യമായി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. രുചീഷ്, ശരി ആൻഡ്രു, എന്തായാലും ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ റേഷനിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത്.